പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാനുണ്ട്. അതായത് പുതുവർഷത്തിൽ പുതുചരിത്രം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ ISRO. PSLVയുടെ 60ാമത് വിക്ഷേപണമായ PSLV C-58 ഉടൻ തന്നെ ആരംഭിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. Will operate for 247 seconds. Then the injection parameters will be achieved. Seconds. Real-time programs activated. Minus 25 seconds. VSPP opened. Minus 20 seconds. Minus 15 seconds. प्रमोशन से 15 सेकंड की दूरी पर 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Lift off normal. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. जी हाँ, इस वर्ष का प्रथम प्रमोशन Plus 20 seconds. श्रीहरिकोटा के प्रथम प्रमोशन मंच से PSLV C-58 का हमने सफलतापूर्ण उत्थापन देखा और यह अपनी उद्दिष्ट कक्षा की ओर निरंतर बढ़ता हुआ प्रथम चरण का निष्पादन पूरी तरह सामान्य. Nominal thrusting by PS1 stage. Nominal burn time for the strap-ons is 70 seconds and the core motor for 109 seconds. इस समय यान अपने अधिकतम गतिक दाब से गुजरता हुआ प्रथम चरण का कुल प्रज्वलन काल 110 सेकंड का होगा. तत्पश्चात इसे यान से पृथक कर दिया जाएगा. Sharp tracking station currently tracking the flight. Ground lid strap-on separated. दोनों स्ट्रेपॉन्स को यान से पृथक कर दिया गया है तथा कोर बूस्टर अभी भी प्रज्वलित है. Presently the core S139 motor alone thrusting. The strap-ons have been separated. Normal. This stage will carry the rocket to 57 kilometers altitude and add 1.6 kilometers per second as a relative velocity. इस घटनाक्रम पे अगला है प्रथम चरण का पृथकन तथा द्वितीय चरण का प्रज्वलन. First stage separated. Second stage engine started. Closed loop guidance initiated. जी हाँ, इसकी पुष्टि हो चुकी है. प्रथम चरण को सफलतापूर्वक यान से पृथक किया गया है और द्वितीय चरण का प्रज्वलन शुरू हो चुका है. There is a confirmation from the Range Operations Director that the second stage has commenced its operation. Second stage performance normal. And as the altitude right now is almost at the verge of the dense atmosphere, closed loop guidance has been initiated. The next flight event is eagerly awaited. PSLV C-58 2024 The next ഈ ഒരു flight event is നവവത്സര ദിനത്തിൽ payload തന്നെ fairing separation. ISROയുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ എന്നതുപോലെ വിക്ഷേപണം നടന്നിരിക്കുകയാണ്. ഇപ്പോൾ വിനയ് ഉണ്ണി ചേരുന്നുണ്ട് द्वितीय चरण का निष्पादन ശ്രീഹരിക്കോട്ടയിൽ सामान्य നിന്നും. है. വിനയ്, PSLV C-58 എക്സ്പോസാറ്റുമായി കുതിച്ചുയർന്നിട്ടുണ്ട്. വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം വിജയമാണോ? എങ്ങനെയാണ് ഈ ISRO വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം? ഇതിന്റെ ഒരു ഈ എക്സ്പോസാറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ऊष्मा कवच को यान से पृथक कर दिया गया है. ഗുഡ് മോർണിംഗ് അഞ്ജിത. എന്തായാലും PSLV C-58 അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുകയാണ്. ഏകദേശം 22 മിനിറ്റ് എടുത്തുകൊണ്ട് മാത്രമായിരിക്കും അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുക. എന്തായാലും ഇപ്പോൾ രണ്ടാം ഘട്ട ജ്വലന പ്രക്രിയ അത് വിജയിച്ചിരിക്കുന്നു എന്നാണ് ISROയിൽ ലഭിക്കുന്ന വിവരം. 4 ഘട്ട ജ്വലന പ്രക്രിയയാണ് ഇതിനകത്തുള്ളത്. 4ാം ഘട്ട ജ്വലന പ്രക്രിയ പൂർത്തീകരിച്ച് 650 കിലോമീറ്റർ ഉയരത്തിലേക്ക് എക്സ്പോസാറ്റിനെ എത്തിക്കുക എന്നാണ് PSLVയുടെ ദൗത്യം. 650 കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിലായിരിക്കും എക്സ്പോസാറ്റിൽ നിന്ന് പഠനങ്ങൾ നടത്തുക. ഇത് രണ്ടാം തവണയാണ് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഏജൻസി ഇത്തരത്തിൽ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി മീറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിക്ഷേപണം നടത്തുന്നത്. ഇന്ത്യയുടെ തന്നെ ആദ്യ വിക്ഷേപണ ദൗത്യമാണ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി മീറ്റർ ഉപയോഗിച്ചുള്ള വിക്ഷേപണമാണ്. എക്സ്റേ തരംഗങ്ങളുടെ അത് പഠിച്ചുകൊണ്ട് അവയുടെ ധ്രുവീകരണം അടക്കം പഠിച്ചുകൊണ്ട് ബഹിരാകാശത്തുള്ള ഈ ബ്ലാക്ക് ഹോളുകളുടെ കുറിച്ചുള്ള പഠനമാണ് ISRO എക്സ്പോസാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ISRO വിക്ഷേപിക്കുന്ന ആദ്യത്തെ ദൗത്യവും ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ദൗത്യവുമാണ് ഇപ്പോൾ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തെ കുതിക്കുകയാണ്.
22-ാം മിനിറ്റിൽ തന്നെ നമുക്കതിൻ്റെ വിജയകരമായെന്നുള്ള ശുഭവാർത്ത ലഭിക്കും. ഏകദേശം 9:32 തന്നെ ആ വാർത്ത പുറത്തു വരും. എന്തായാലും വളരെ അഭിമാനകരമായ നേട്ടമാണ് PSLV ISRO കൈവരിച്ചിരിക്കുന്നത്. PSLV ഉപയോഗിച്ചുള്ള 60ാമത്തെ വിക്ഷേപണം PSLV C-58. 60 വിക്ഷേപണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ PSLV എന്ന വിക്ഷേപണ വാഹനം അത് ഉപയോഗിച്ചുള്ള വിക്ഷേപണങ്ങളെല്ലാം തന്നെ വിജയകരമായിരുന്നു. 2 വിക്ഷേപണം മാത്രമാണ് നമുക്ക് പരാജയമുള്ള. അത്രയും സക്സസ് റേറ്റ് ഉള്ള പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന വാഹനം ഉപയോഗിച്ചുള്ള വിക്ഷേപണം അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് പേലോഡുകളെ കുറിച്ചാണ്. 12 പേലോഡുകളാണ് ആകെയുള്ളത്. ഇതിൽ 2 പേലോഡുകൾ ISRO നേരിട്ട് നിർമ്മിച്ച URSC ബാംഗ്ലൂരു നിർമ്മിച്ച 2 പേലോഡുകളാണ്. ഇതായിരിക്കും പ്രധാനമായും ഈ എക്സ്റേ തരംഗങ്ങളെ കുറിച്ചും അതിന്റെ ധ്രുവീകരണത്തെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത്. ഇതായിരിക്കും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള വിവരം നമുക്ക് നൽകുക. ഇതിനു പുറമെയാണ് ഈ PSLV വാഹനം കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇതിന്റെ ഒരു എക്കണോമിക് തലത്തിൽ അല്ലെങ്കിൽ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇൻസ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ നമ്മുടെ ISROന്റെ തന്നെ വാണിജ്യ വിഭാഗത്തിന് കൈമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിക്ഷേപണത്തിനൊപ്പം മറ്റ് 10 പേലോഡുകൾ കൂടി, അത് വിവിധ ഏജൻസികളുടേതുണ്ട്, പുറമെയുള്ള വിവിധ ഏജൻസികളുടേതുണ്ട്. അത്തരത്തിൽ 10 പേലോഡുകൾ കൂടി ഇതിന്റെ കൂടെ അയക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പേലോഡാണ് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള LBS വിമൺ ടെക്നോളജീസ് നിർമ്മിച്ച VSAT എന്നുള്ളത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട പേലോഡാണ്. അതും ഇതിന്റെ കൂടെ വിക്ഷേപിക്കുന്നുണ്ട്. എന്തായാലും PSLV C-58 അതിലൊരു പേലോഡ് ഈ തിരുവനന്തപുരത്തെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻ നിർമ്മിച്ചതാണ്. VSAT ആണ്. ആഷ്ലി കൂടിയുണ്ട്. ആഷ്ലി, PSLV C-58 ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന സമയത്ത് വലിയ അഭിമാനമുണ്ട്. VSAT ഈ വിമൻ തിരുവനന്തപുരത്തെ LBS സെന്ററിൽ നിർമ്മിച്ച VSAT, അതുകൊണ്ട് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന് ഒരു പുതുവർഷ സമ്മാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള LBS എഞ്ചിനീയറിംഗ് കോളേജിൽ. ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച സാറ്റലൈറ്റ് ആണ് ഇന്ന് ISRO വിക്ഷേപിക്കുന്നത്. എന്തായാലും ഇവിടെ എല്ലാവരും ഈ സമയത്ത് സ്റ്റുഡൻസും അതുപോലെ അധ്യാപകരെല്ലാവരും തന്നെ ഈ സ്ക്രീനിങ് തത്സമയം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയ സ്ക്രീനൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ തത്സമയ വിക്ഷേപണം കാണാനായിട്ട്. ഇതിൽ പ്രധാനമായും ഡോക്ടർ ലിസി എന്ന് പറയുന്ന കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം പ്രൊഫസറുടെ നേതൃത്വത്തിൽ സയൻസ് ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇതിലെ അധ്യാപകരും 30ഓളം വരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ തന്നെയുണ്ട്. ഈ തത്സമയ വിക്ഷേപണം കാണാനായി അവർ പോയിരിക്കുകയാണ്. മറ്റ് വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും പ്രിൻസിപ്പൽ അടങ്ങുന്ന സംഘം എല്ലാം തന്നെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് വലിയ അഭിമാനമാണ്. കാരണം അവരുടെ 3 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ISROയുടെ അഭിമാന നേട്ടമായി, രാജ്യത്തിൻ്റെ അഭിമാനമായി പറഞ്ഞു നേടുന്നത്.